എൻ്റെ മനസ്സിലാക്കലിൽ നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ 2 തരം വിഡ്ഢികളാണ് പ്രധാനമായിട്ടുമുള്ളത്. ജൈവ വിഡ്ഢികളും അജൈവ വിഡ്ഢികളും. ജൈവ വിഡ്ഢിത്തം ഒരു കുറ്റമോ കുറവോ ഒന്നുമല്ല, അതൊരു സൈദ്ധാന്തികാവസ്ഥ മാത്രമാണ്. അത്തരം സഹജീവികളോട്, അല്ലെങ്കിൽ ജൈവ വിഡ്ഢിത്തം പുലർത്തുന്ന സഹജീവികളോട് ഈ പോങ്ങന് സ്നേഹം മാത്രമേ ഉള്ളൂ. വളരെ സഹായ ബുദ്ധിയോടുകൂടിയും പരിഗണനാഭാവത്തോടു കൂടിയും മാത്രമേ ഈ പോങ്ങൻ അവരെ സമീപിക്കുകയുമുള്ളൂ. ഒരുപക്ഷെ ജൈവ വിഡ്ഢികളുടെ ഗണത്തിൽപ്പെടുന്ന ഒരുവനാണോ ഈ പോങ്ങനെന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, വളരെ ആത്മാർത്ഥമായി തോന്നിയിട്ടുണ്ട്. എന്തായാലും പോങ്ങന്റെ സൈദ്ധാന്തികാവസ്ഥ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ 2ാമത്തെ കൂട്ടരുണ്ടല്ലോ, ഈ അജൈവ വിഡ്ഢികൾ, അവരോടുള്ള എൻ്റെ മനോഭാവം തീർച്ചയായിട്ടും അത്ര സഹാനുഭൂതി കലർന്നതല്ല. അജൈവ വിഡ്ഢികൾ എന്നാൽ ഇസങ്ങൾക്കും മതങ്ങൾക്കുമൊക്കെ തലച്ചോർ പണയം വെച്ച് അടിമബുദ്ധരായി കഴിയുന്ന മനുഷ്യരെന്നാണ് അർത്ഥം. പോങ്ങൻ അങ്ങനെയാണ് അർത്ഥം കൽപ്പിക്കുന്നത്. അത്തരക്കാരെ സഹിക്കാനും അത്തരക്കാരോട് സഹകരിക്കാനും പോങ്ങന് വളരെ പ്രയാസമാണ്. മഹാമാരി പരത്തുന്ന രോഗാണുക്കളെക്കാൾ ഉറപ്പായിട്ടും ഈ സമൂഹത്തിന് അപകടം ചെയ്യുന്നത് അജൈവ വിഡ്ഢികളാണ്. അത്തരം അജൈവ വിഡ്ഢികളിൽ ഒരുവനാണ് സുരേഷ് ബാബു ശേഖരൻ. അതൊരു പക്ഷെ കള്ളപ്പേരാവാം സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ തന്തയാരാണെന്ന മകന്റെ ചോദ്യത്തിൽ പകച്ചു പോയിട്ടുള്ള മാതാവിന്റെ മുണ്ടക്കൽ ശേഖരൻ എന്ന മറുപടിയിൽ താതസ്ഥാനം ഉറപ്പിക്കപ്പെട്ട ഏതെങ്കിലും പിതൃസന്ദേഹിയുടെ അസൽ പേരുമാവാം ഒരുപക്ഷെ. അത് പേരസലായാലും വ്യാജനായാലും അയാൾ 1-ാം തരം ഒരു അജൈവ വിഡ്ഢിയാണെന്നത് പൂർണ്ണ സത്യം. മോഹൻലാലിൽ നിന്നും പണം വാങ്ങി പോങ്ങൻ വീഡിയോ ചെയ്തു. അങ്ങനെ വിശ്വസിക്കാനും പരസ്യമായി ആ വിശ്വാസത്തെ വിളമ്പാനും ഒരു അജൈവ വിഡ്ഢിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എത്രയോ ഉന്നതമായിട്ടുള്ള സാമൂഹ്യ മൂല്യം പേർന്ന ഒരു മനുഷ്യനാണ് ശ്രീ മോഹൻലാൽ. കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമുള്ള മോഹൻലാലിന്റെ ആരാധകരുടെ എണ്ണമെടുത്താൽ അത് ഈ പോങ്ങന്റെ ഒരു വീഡിയോയുടെ കാഴ്ചക്കാരേക്കാൾ എത്രയോ അധികമാവും, എത്രയോ മടങ്ങ് ആവും. അതുപോട്ടെ, ഏറ്റവും സ്വാധീനശേഷിയുള്ള കേരളത്തിലെ ഒരു 100 യൂട്യൂബർമാരെ എടുത്താൽ പോലും അതിൽ ഈ പോങ്ങൻ ഉണ്ടാവില്ല എന്ന് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. ആന എത്ര മെലിഞ്ഞാലും അതിനെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ കഴിയുമെന്ന് സുരേഷ് ബാബു ശേഖരൻ മനസ്സിലാക്കണമെന്ന് ഈ പോങ്ങൻ പറയില്ല. കാരണം അയാളിലെ അജൈവ വിഡ്ഢിത്തം അതിനനുവദിക്കില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പോങ്ങനെ കേൾക്കുന്ന ഒരാൾ പോലും ഇത്തരമൊരു അജൈവ വിഡ്ഢിയുടെ വാക്കു വിശ്വസിച്ച് ശ്രീ മോഹൻലാലിനെ തെറ്റിദ്ധരിക്കില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും അങ്ങനെ ഒരു സാഹചര്യം, ഒരു സാധ്യതയായി പോലും ഇവിടെ അവശേഷിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അതുപോലെ പോങ്ങൻ PR ഏജന്റ് ആണെന്നും ഞാൻ ലാലിനെ പറ്റി നടത്തിയത് ധനശക്തിയുടെ സ്വാധീനത്തിലുള്ള സംസാരമാണെന്നും ആ അജൈവ വിഡ്ഢി പറഞ്ഞു കളഞ്ഞു. ലാലിന് PR പണിക്ക് ആളെ വേണമെങ്കിൽ അതിന് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പരസ്യ കലാകാരന്മാരുടെ സേവനം തന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള ധനശക്തി തീർച്ചയായിട്ടും മോഹൻലാലിനുണ്ട്. പിന്നെന്തിന് ഈ പോങ്ങൻ? സ്വന്തം സാമാന്യ ബുദ്ധി പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത മുണ്ടക്കൽ ശേഖരന്റെ മക്കളായി മലയാളികൾ മാറുന്നത് കേരളത്തിന്റെ നാശത്തിനാണെന്ന് മാത്രമേ ഈ പോങ്ങന്, ഈ മുത്തുപോങ്ങന് പറയാനുള്ളൂ. പിന്നെ മോഹൻലാലിന്റെ ആരാധകനാണോ ഈ പോങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാണത്തെപ്പറ്റിയോ മേനിയെപ്പറ്റിയോ കൃത്യമായ ധാരണ ഒന്നും വരാത്ത ഒരു കാലത്ത് പോങ്ങന്റെ ചെവിയിലൂടെ കയറി ഓർമ്മകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു സിനിമാ പാട്ടുണ്ട്. നാണമാകുന്നു മേനി നോകുന്നു എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. അന്നും ഇന്നും പോങ്ങൻ ആ പാട്ട് പാടാൻ അറിയില്ല. പോങ്ങൻ ഒരു പാട്ട് പാടാനും അറിയില്ല. അതുപോലെ പോങ്ങൻ ജീവിതത്തിൽ ആദ്യമായി കണ്ട സിനിമ ഏതാണെന്നും പോങ്ങൻ അറിയില്ല. എന്നാൽ എൻ്റെ ഓർമ്മയിൽ പതിഞ്ഞ ആദ്യത്തെ ചിത്രം ആട്ടക്കലാശമാണ്. അതിൻ്റെ ചെറിയ 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 ചില ഭാഗങ്ങളൊക്കെ പോങ്ങൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഏതാനും ചില രംഗങ്ങളൊക്കെ. ഒരുപക്ഷെ തനിച്ച് ഒറ്റയ്ക്കൊരു സീറ്റിലിരുന്നു കൊണ്ട് സിനിമ കാണാൻ കഴിയുന്ന ഒരു കാലത്ത് പോലും ആവില്ല ഞാൻ ആ സിനിമ കാണുന്നത്. എന്തായാലും ആ സിനിമയിൽ നിന്ന് എൻ്റെ ഓർമ്മയായി മനസ്സിൽ കൂടിയതാണ് നാണമാകുന്നു മേനി നോകുന്നു എന്ന പാട്ട്. നേരത്തെ പറഞ്ഞതുപോലെ പാടാനുള്ള കഴിവില്ലാത്തതിനാൽ പാട്ട് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് ഞാൻ നടന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പോങ്ങൻ സാഹിത്യം സംസാരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ സംസാര സാഹിത്യമാണ് പോങ്ങൻ നടത്തിയതെന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ പറഞ്ഞത് സത്യം മാത്രമാണ്. അതെന്തോ ആവട്ടെ, ആ പാട്ടിനൊപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ പേര് കുറച്ചു കാലം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ബാലഗോപാലനായി വന്ന് എന്നെ ചിരിപ്പിക്കുകയും വിൻസെന്റ് ഗോമസായി ത്രസിപ്പിക്കുകയും വിനോദായി മുന്നിലെത്തി എന്നെ കരയിപ്പിക്കുകയും ചെയ്ത ആ മനുഷ്യൻ്റെ പേര് മോഹൻലാൽ എന്നാണെന്നറിയുമ്പോൾ എനിക്ക് പ്രായം 10 പോലും തികഞ്ഞിട്ടില്ല. എന്തായാലും ഒരു കാര്യം പോങ്ങൻ നിർനാണം സമ്മതിക്കും. കൗമാരത്തിൻ്റെ തുടക്കം മുതൽ യൗവനത്തിൻ്റെ ആരംഭം വരെ ഈ പോങ്ങനും മോഹൻലാലിന്റെ ആരാധകരിൽ ഒരുവൻ തന്നെയായിരുന്നു. ഒരുപക്ഷെ കൂട്ടുകാർ പോലും ഇല്ലാതെ തനിച്ച് പോങ്ങൻ പോയി കണ്ട ആദ്യത്തെ സിനിമ, തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി ആദ്യമായിട്ട് കണ്ട സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ അഹമായിരുന്നു, പാലാ മഹാറാണിയിൽ. ആ സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടപ്പോൾ സത്യത്തിൽ സ്വയം തോറ്റുപോയതുപോലുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ദ പ്രിൻസ് എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ജീവ എന്ന കഥാപാത്രം കണ്ടപ്പോൾ പോങ്ങനിലെ ആരാധകന്റെ ജീവനും പോയി. ഒരു യാത്രാമൊഴിയും വർണ്ണപ്പകിട്ടും ഗുരുവും ഒക്കെ കണ്ടത് മോഹൻലാലിന്റെ ആരാധകനായിട്ടല്ല, പകരം മലയാള സിനിമയുടെ ആരാധകനായിട്ടാണ്. എങ്കിലും
ആറാം തമ്പുരാൻ വളരെ വലിയ വിജയമായപ്പോൾ, വമ്പൻ വിജയമായപ്പോൾ സത്യത്തിൽ സ്വയം ജയിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരാധനാരോഗത്തിൻ്റെതായിട്ടുള്ള ഒരു അംശം പോങ്ങനിൽ അപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇടവേളയിൽ സിഗരറ്റ് വലിക്കാനും കാപ്പി കുടിക്കാനും മൂത്രമൊഴിക്കാനും ഒക്കെ ഉന്നമിട്ടുകൊണ്ട് തിയേറ്റർ വിട്ട പ്രേക്ഷകരിൽ മിക്കവരുടെയും തോൾ അല്പം ചെരിഞ്ഞിരിക്കുന്നതൊക്കെ ആദ്യമായി കണ്ടത് ആറാം തമ്പുരാനിലാണ്. അതിനു മുന്നേയും അത്തരം പ്രേക്ഷകർ ഉണ്ടാകുമായിരിക്കും. പക്ഷെ പോങ്ങന്റെ കണ്ണിൽ ഇട്ടത് അപ്പോഴാണ്. ആറാം സിനിമ കണ്ട് തിയേറ്റർ വിട്ട് പുറത്തു പോകുന്ന പലരുടെയും തോൾ ചെരിഞ്ഞിരിക്കുന്നത് പോങ്ങൻ ശ്രദ്ധിച്ചിരുന്നു. ആരാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഒരിക്കൽ കൂറ്റാരപ്പള്ളി ടീച്ചർ വളരെ ചെറിയ ക്ലാസ്സുകളിൽ ഒന്നിൽ വെച്ചിട്ട് ചോദിച്ചു. എന്നോട് മാത്രമല്ല, ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോടും ചോദിച്ചു. അന്ന് എന്റെ സഹപാഠിയായിരുന്ന സ്മിത പറഞ്ഞത് ടീച്ചറാകണമെന്നാണ്. കൂറ്റാരപ്പള്ളി ടീച്ചർ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അൽഫോൺസോ പറഞ്ഞത് മഠത്തിലമ്മയാവണമെന്നാണ്. കൂറ്റാരപ്പള്ളി ടീച്ചർ അവളുടെ തലയിലും കൈവച്ച് അനുഗ്രഹിച്ചു. ആ ടീച്ചറെ ഒരു അനുഗ്രഹ യന്ത്രമാക്കി മാറ്റുന്ന തരത്തിലാണ് പിന്നീട് ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളും ഉത്തരപ്പെട്ടത്. സഹപാഠിയും സതീർത്ഥ്യനുമായിട്ടുള്ള രാജമണിക്ക് പക്ഷേ തലോടലോ അനുഗ്രഹമോ ഒന്നും കിട്ടിയില്ല. അവന്റെ ഉത്തരം ഉണ്ണിയാർച്ചയുടെ ഡ്രൈവർ ആകണമെന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് നേരെ. ഉണ്ണിയാർച്ചയുടെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞിരാമനാകണമെന്നാണ് രാജമണി ആഗ്രഹിച്ചതെന്ന് ചലച്ചിത്രജ്ഞാനികൾ തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കരുത്. ഉണ്ണിയാർച്ച ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ലോറിയായിരുന്നു. അതിന്റെ ഡ്രൈവർ ആകണമെന്നാണ് ഈ രാജമണി ആഗ്രഹിച്ചത്. എന്തുകൊണ്ടോ ടീച്ചർ അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാനൊന്നും നിന്നില്ല. ഒരുപക്ഷെ ഉണ്ണിയാർച്ചയെ കൂറ്റാരപ്പള്ളി ടീച്ചർക്കും അത്ര വലിയ ഇഷ്ടമായിരുന്നിരിക്കാം. ആ ഉണ്ണിയാർച്ച ലോറി ഞങ്ങളുടെ നാട്ടിലെ വലിയ ഒരു ആൾക്കൂട്ടത്തിന്റെ ആരാധനയ്ക്ക് പാത്രമായിട്ടുള്ള ഒരു ലോറിയാണ്. എന്തായാലും ഞാനും എന്റെ ആഗ്രഹം പറഞ്ഞു. ഒട്ടും അമാന്തം കൂടാതെ ടീച്ചറിൽ നിന്ന് എനിക്കുള്ളത് കിട്ടി. തൂക്കിയെടുത്ത് വായുവിൽ നിർത്തി വള്ളിച്ചൂരിൽ കൊണ്ട് നല്ല തല്ലാണ് തല്ലിയത്. അന്തരീക്ഷത്തിൽ നിന്നും കാല് നിലത്ത് തൊടുമ്പോൾ എണ്ണം പറഞ്ഞ 4 അടി നീറ്റലായി എന്റെ ചന്തയിലുണ്ടായിരുന്നു. ആ തല്ല് എനിക്ക് ലഭിക്കാൻ കാരണം മോഹൻലാൽ ആണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം ടീച്ചർക്ക് ഞാൻ നൽകിയ ഉത്തരം എനിക്കൊരു കാമുകനാകണമെന്നുള്ളതായിരുന്നു. കാമുകനാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നെ കാമുകനാക്കിയതും എന്നെ കള്ളുകുടിയനാക്കിയത് മോഹൻലാലായിരുന്നു. ടോണി കുരിശിങ്കലായി കോട്ടയത്ത് നിന്നും മദ്യപനായിട്ടുള്ള മോഹൻലാൽ നമ്പർ 20 മദ്രാസ് മെയിലിൽ കയറിയപ്പോൾ കൗമാരത്തിലേക്ക് പോകാൻ നേരെ ചൊവ്വയൊന്ന് കാലെടുത്ത് വെച്ചിട്ടില്ല. എങ്കിലും വലുതാവുമ്പോൾ ഒരു മുഴുവൻ സമയ കള്ളുകുടിയനാവണമെന്ന തീരുമാനം പോകാൻ കൈക്കൊണ്ടത് ലാലിന്റെ ടോണി കുരിശിങ്കലിനെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ കണ്ടു പരിചയപ്പെട്ടതിന് ശേഷമാണ് എന്നുള്ളത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. പോങ്ങനെന്ന് ലാലിന്റെ എന്നല്ല, ആരുടെയും ആരാധകനല്ല. എനിക്ക് എന്നോട് പോലും ആരാധനയില്ല എന്നതാണ് സത്യം. ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സെത്താൻ ഒരുപാട് കാലമെടുത്തു. ആരാധിക്കുന്നില്ലെങ്കിലും ഞാൻ ആദരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അതിൽ തീർച്ചയായിട്ടും മോഹൻലാലുമുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ പോലുള്ള കുട്ടികളെയോ അന്നത്തെ കാലത്തെ കുട്ടികളെയോ അല്ലെങ്കിൽ നാട്ടിൻ പുറത്തുള്ള സാധാ പ്രേക്ഷകരെയോ മാത്രമാണ് മോഹൻലാൽ ഒരു ബാധ എന്ന് തന്നെ പറയാം, ബാധയായി കൂടിയതെന്ന എന്റെ വിശ്വാസം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൈകി. സിനിമയെക്കുറിച്ചും സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കി വരുന്ന മുതിർന്ന പ്രായത്തിലെത്തി എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാകത വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലം വരില്ലേ. നമുക്കൊരു മൂപ്പും വകതിരിവും പാകതയും പക്വതയും ഒക്കെ ആയി എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു കാലം. ആ കാലമൊക്കെ എത്തിയപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി, ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ബാധയായി കൂടിയിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ പല ഭാഷകളിലും അഭിനയിക്കുന്ന വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് നടീനടന്മാരെ പോലും സ്വാധീനിച്ച ഒരു നടനാണ് മോഹൻലാൽ എന്ന താരം. അത് എത്ര പേർ അംഗീകരിക്കും എന്ന് എനിക്കറിയില്ല. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ്. എത്രയോ സംവിധായകരുടെ ഇഷ്ട നടനാണ് സത്യത്തിൽ ഈ മോഹൻലാൽ, അല്ലേ? ഉള്ളത് പറഞ്ഞാൽ അല്പം അതിശയോക്തിയായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും പറയാം, മമ്മൂട്ടി മുതൽ മഞ്ജു വാര്യരിൽ വരെയുള്ള ആളുകളുടെ അഭിനയത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അല്പം ലാലത്വം കടന്നു വന്നിട്ടുള്ളതായി പോങ്ങന് തോന്നിയിട്ടുണ്ട്. അനുകരണമായിട്ടുള്ള ഒരു നടന സമ്പ്രദായമായി ആ ലാലത്വം അവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ലാലത്വമില്ലാത്ത എത്ര നടന്മാരുണ്ട്? ഏതെങ്കിലും ഒരു ചെറിയ നിമിഷമെങ്കിലും പ്രേക്ഷകർക്ക് മുന്നിൽ ഓരോ നടനും ലാലിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പോങ്ങനത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും നിഷേധിക്കും, പലരും വിചാരിക്കും ഞാൻ വിഡ്ഢിത്തം പറയുന്നതാണെന്ന്. പക്ഷേ അങ്ങനല്ല, നിങ്ങൾ ഓർത്തു നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഇനി ഒരു ചെറിയ ഗവേഷണമൊക്കെ നടത്തിയതിന് ശേഷം ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് തപ്പിയൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുവരാം. അത് കുറച്ച് വലിയ സമയമെടുക്കുന്ന ഒരു പണിയായിരിക്കും. എങ്കിൽ പോലും എനിക്കതൊരു ആഗ്രഹമുള്ളൊരു കാര്യമാണ്. എത്രത്തോളം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നമ്മുടെ നടീനടന്മാരിൽ കലർന്ന് കിടപ്പുണ്ട് എന്നുള്ളതാണ്. സത്യമാണത്. എന്നാലോചിച്ച് നോക്കിയോളുക. ചില നേരങ്ങളിൽ അവരറിയാതെ അവരുടെയൊക്കെ അഭിനയത്തിൽ ലാലത്വം കലരും. അതൊരിക്കലും ഒരു കലർപ്പല്ല. ലാലത്വം എന്ന് പറയുന്നത് ഒരു കലർപ്പല്ല. അല്പസ്വല്പം ചലച്ചിത്ര പരിജ്ഞാനമുള്ള നടന്മാർ ഹാസ്യരംഗം അഭിനയിക്കുമ്പോൾ അവരുടെ നടനത്തിൽ അല്പം ബെസ്റ്റർ കീറ്റണോ ചാപ്ലിനോ ഒക്കെ കലർന്നു വരും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതൊരു കുറ്റമോ കുറവോ ഒന്നുമല്ല. ബെസ്റ്റർ കീറ്റൺ എന്ന അമേരിക്കൻ നടനെയോ ചലച്ചിത്ര സംവിധായകനെയോ അറിയാത്ത ഒരാൾ പോലും പലപ്പോഴും നമ്മുടെ ജഗതി ശ്രീകുമാറിലൂടെ ബെസ്റ്റർ കീറ്റണെ കണ്ടിട്ടുണ്ടാവും. അതൊന്നും അനുകരണമല്ല, സ്വാധീനമാണ്.
അതുപോലെ ഡിസ്നിയെ മറന്നുകൊണ്ട് അനിമേഷൻ ചിത്രത്തെപ്പറ്റി, ഏതെങ്കിലും ഒരു അനിമേഷൻ ചിത്രത്തെപ്പറ്റി നമുക്ക് ആലോചിക്കാൻ സാധിക്കുമോ? പോങ്ങൻ്റെ ഒക്കെ തലമുറയിൽപ്പെട്ടവർക്ക് മിക്കി മൗസിനെയും അല്ലെങ്കിൽ ഡൊണാൾഡ് ഡക്കിനെയും ഒക്കെ നമുക്ക് മറന്നു കളയാൻ പറ്റും. മരിച്ചാലും മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലുള്ള അത്രയും ഉറച്ച് നമ്മുടെ ഉള്ളിലേക്ക് പതിഞ്ഞു പോയവരാണ് അവരൊക്കെ. ഡിസ്നി ആവട്ടെ, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായിട്ടുള്ള എല്ലാവരും. ഇനി എത്രത്തോളം തികപൊത്ത VFX സിനിമകൾ വന്നാലും സ്റ്റീവൻ സ്പീൽബർഗും ജോർജ് ലൂക്കാസും അവയുടെയൊക്കെ ചേരുവയായി തീരും, അല്ലേ? ഉറപ്പായിട്ടും. എത്ര പ്രതിഭാശാലികളായിട്ടുള്ള ചിത്രകാരന്മാർ ജനിച്ചാലും പിക്കാസോയും വാൻ ഗോഗും ഒക്കെ അവരുടെ നിറങ്ങളിൽ അവർ പോലും അറിയാതെ കലർന്നു വരും. അതൊന്നും കലർപ്പല്ല. കേരളത്തിൽ ജനിച്ച് മലയാളം പോലൊരു ചെറിയ ഭാഷയിൽ നടിച്ചതുകൊണ്ട് മാത്രമാണ് സ്വന്തം പ്രതിഭയുടെ മഹിമയ്ക്കനുസരിച്ചിട്ടുള്ള വളർച്ച ആ മനുഷ്യന്, മോഹൻലാലിന്, തരപ്പെടുത്താൻ സാധിക്കാതെ പോയത്. എത്രയോ കാലമായി ലാൽ എന്ന മഹാനടന്റെ തായ്വേരിൽ ഈ സുടുക്കൾ പാഷാണം വെച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ആ കൊടിയ പാഷാണത്തെയും അതിജീവിച്ചുകൊണ്ട് ലാൽ ഇവിടെ തുടരുന്നുവെങ്കിൽ അത് ആരുടെയെങ്കിലും PR പ്രവർത്തനം കൊണ്ടല്ല. അത് മനസ്സിലാക്കണം. ഇന്നലെ മോഹൻലാലിനെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ എന്നെ പോങ്ങൻ നായരേന്ന് നീട്ടി വിളിച്ചു. ജാതി ചിന്തയോ മതബോധമോ കൂടാതെ മനുഷ്യരെ മനസ്സിലാക്കുന്ന ആ കൊടിയ മാനവികവാദിയോട് ഒരു കാര്യം പോകാൻ പറയാം, ഒരു ചെറിയ കാര്യം പോകാൻ പറയാം. മോഹൻലാലിന്റെ ജാതി പോലും ഞാൻ അറിഞ്ഞത് സത്യത്തിൽ ഗൂഗിളാനന്തര കേരളത്തിൽ നിന്നാണ് കേട്ടോ. ഈ ഗൂഗിളാനന്തര കേരളത്തിൽ നിന്നാണ്. ജാതിയും മതവും നോക്കിയ ആളുകളോടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരാളല്ല പോകൻ. പൊങ്ങച്ചമായിട്ട് പറഞ്ഞതല്ല, പരമാർത്ഥമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയെയും സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറിനെയും ഒക്കെ ഇഷ്ടപ്പെടാൻ അവരുടെ പേരിൽ പുരണ്ടിരിക്കുന്ന മതം എനിക്ക് ഒരിക്കലും തടസ്സമായിട്ടില്ല. അസ്ത്രം ഗഫൂറിനെ വിമർശിക്കുന്നത് കൊണ്ട് പോങ്ങൻ ഇസ്ലാം വിരുദ്ധനാവുന്നില്ല. സുഡാപ്പികളെ വിമർശിച്ചാൽ എന്നിലെ മാനവികവാദി മരിക്കുമെന്ന ഭയവും എനിക്കില്ല. മോഹൻലാൽ എന്ന നടനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പോങ്ങൻ ജാതി സ്നേഹിയുമാവുന്നില്ല. മോഹൻലാൽ ഭുജിച്ചാൽ എന്റെ വിശപ്പ് മാറില്ല. മോഹൻലാൽ അദ്ദേഹത്തിന്റെ പങ്കാളിയുമായി ഭോഗിച്ചാൽ എന്നിൽ സ്ഖലനം സംഭവിക്കില്ല. ആ തിരിച്ചറിവൊക്കെ വന്നതോടുകൂടി അത്തരം യാതൊരു ദുഷ്ടും ഇപ്പോൾ എൻ്റെ ഉള്ളിലില്ല എന്ന അഭിമാനത്തോടുകൂടി എനിക്ക് അവകാശപ്പെടാൻ കഴിയും. മോഹൻലാലിനെ പിന്തുണച്ച് സംസാരിച്ചതിന്റെ പേരിൽ ഒരു മതനാമധാരി എന്നെ വർഗീയവാദി എന്ന് വിളിച്ചു. വസ്ത്രത്തിലും ഭക്ഷണത്തിലും മുടിയിലും മുതൽ സ്വന്തം ലിംഗത്തിൽ വരെ മതം പേര് നടക്കുന്ന ഒരു സുഡാപ്പിയാണ് അത്തരം യാതൊരു അസ്കതയും ഇല്ലാത്ത എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. കാര്യമാക്കുന്നില്ല. രോഗാണുക്കൾ പ്രതിരോധാണുക്കളെ ശത്രുബുദ്ധിയോടുകൂടി സമീപിക്കുന്നതിൽ തെറ്റില്ല. അത് പ്രകൃതി നിയമമാണ്, അല്ലേ? എന്തായാലും എൻ്റെ സഹപോങ്ങന്മാരോട് പോങ്ങൻ ഒരു വാക്ക് പറയും. ആരിൽ നിന്നും പണം വാങ്ങി ഞാനിവിടെ ആർക്കു വേണ്ടിയും ഒന്നും പറയില്ല. എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾ ഓരോരുത്തരും യൂട്യൂബിലൂടെ എനിക്ക് നൽകുന്നുണ്ട്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ സമയത്തെ വിറ്റ് കാശാക്കില്ല. മാത്രവുമല്ല, എനിക്ക് ലഭിക്കുന്നതിൽ ഒരു പങ്ക് ഞാൻ അർഹതപ്പെട്ടവരിലേക്ക് തന്നെ മടക്കുന്നുമുണ്ട്. ഞാൻ ഒന്നും സമ്പാദിക്കുന്നില്ല. നാളുകളെപ്പറ്റി ഉറപ്പില്ലാത്ത എനിക്ക് എന്തിനാണ് നാളത്തേക്കൊരു കരുതൽ? നാളത്തെ കാര്യം നാളെ മാത്രം. ഇന്നത്തെ കാര്യമൊക്കെ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് കഷ്ടിച്ചങ്ങ് നടന്നു പോകുന്നുണ്ട്. ഞാൻ അതിന്റെ പേരിൽ എന്നും നിങ്ങളോട് കടപ്പെട്ടവനുമായിരിക്കും. അതൊക്കെ സത്യമാണ് എന്ന് കരുതിക്കൊണ്ട് അജൈവ വിഡ്ഢികളുടെ വിസർജ്യപ്പുരയായിട്ട് എൻ്റെ കമന്റ് ബോക്സിനെ മാറ്റാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്.